ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭരണഘടനയാണ്. കേരള PSC യിൽ നിന്ന് ഭരണഘടനയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ മറ്റൊരു പങ്ക്തി ആരംഭിച്ചിട്ടുണ്ട്, ഭരണഘടന കംപ്ലീറ്റ് എന്നുള്ളത്. ഇത് 2024-25 ഇതുവരെ നടന്ന PSC എക്സാമുകളിലെ ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭാഗമാണ്. ഇന്ന് 2 എക്സാമുകളാണ് നമ്മൾ ഇതിനു വേണ്ടി നോക്കുന്നത്. കഴിഞ്ഞ 2024 നടന്ന 2 10th ലെവൽ മെയിൻ എക്സാമുകളിലെ 10 ചോദ്യങ്ങൾ, 10 അല്ല 12 ചോദ്യങ്ങൾ. 5 ചോദ്യമാണ് സാധാരണ ഭരണഘടനയിൽ നിന്ന് വരാറ്, പക്ഷെ 2ലും 6 എണ്ണം വന്നിട്ടുണ്ട്. 6 12 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. തീർച്ചയായും നിങ്ങളുടെ നോളജിനെ ഇത് ലെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അൺലോക്ക് ചെയ്യല്ലേ ഈ 10-12 ചോദ്യങ്ങൾ, അതിൻ്റെ അനുബന്ധ വസ്തുതകൾ അൺലോക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണല്ലോ? ഈ പ്രോഗ്രാമിൻ്റെ ഗുണം എന്താണ്? ഈ വീഡിയോ സീരീസിൻ്റെ ഇതിൽ ഭരണഘടന, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അത് ഒന്നിച്ചതല്ല തരുന്നത്, ഓരോന്നായിട്ട്. മലയാളത്തിനാണെങ്കിൽ മലയാളത്തിൻ്റെ മാത്രം, ഭരണഘടനയ്ക്കാണെങ്കിൽ ഭരണഘടനയ്ക്ക് മാത്രം. ഇങ്ങനെ നമ്മൾ 2024-ലെയും 2025-ലെയും മുഴുവൻ ചോദ്യങ്ങളിലൂടെയും അനുബന്ധ വസ്തുതകളിലൂടെയും, അനുബന്ധ വസ്തുതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ SCERT-യിലൂടെ നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്യും ഇത്തരം സന്ദർഭങ്ങളിൽ. SCERT അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട്. ഈ അടുത്ത കാലത്ത് നടന്ന കേരള PSC ഡിഗ്രി ലെവലാണെങ്കിലും മറ്റ് ലെവലുകളിലുള്ള എക്സാമുകളിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്? UPSC-കളിൽ സ്ഥിരമായി വരുന്ന ചോദ്യങ്ങൾ കേരള PSC-ക്ക് വരാൻ സാധ്യതയുള്ളത് എന്താണ്? ഇങ്ങനെ ഒരു ഡീപ്പ് ഡൈവിങ് ഈ ഓരോ ചോദ്യത്തിലൂടെയും നമ്മൾ കടന്നു പോകും. അതുകൂടാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഓർമ്മയിൽ നിർത്താനുള്ള, ഏതാണ് ആ കീ പോയിന്റ്സ് എന്നുള്ളത് കൃത്യമായി മെമ്മറിയിൽ നിർത്താനുള്ള ആ പവർ പോയിന്റ് കൂടി നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിലൂടെ ലഭിക്കും. അപ്പോൾ തുടക്കക്കാർക്ക് വളരെ പെട്ടെന്ന് പഠിച്ചു പോകാൻ, അതല്ല നിങ്ങൾ നന്നായി പഠിച്ചു പോയ അത്യാവശ്യം ലെവലൊക്കെ ആളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഇനി വീക്ക് പോയിന്റ്, എവിടെയാണ് എനിക്കിനി ഗ്യാപ്പ് ഉള്ളത്, അത് ഫില്ല് ചെയ്യാൻ. സോ 2 കൂട്ടർക്ക് ഉപകാരപ്രദം. തുടക്കക്കാർക്ക് പെട്ടെന്ന് ലെവലപ്പ് ചെയ്യാൻ ഒരു ലോഞ്ചിങ്, ഒരു പെട്ടെന്നുള്ള ഒരു ലോഞ്ചിങ്, പെട്ടെന്ന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതേസമയം നന്നായി പഠിച്ചു പോകുന്നവർക്ക് അവരുടെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനും ഇനി എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനും നിങ്ങൾക്ക് ഉപകരിക്കും. സ്ഥിരം കാണുക. നിങ്ങളൊരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ മാത്രം സമയം ചെലവഴിച്ചാൽ നിങ്ങളുടെ പഠനത്തെ ഇത് മാറ്റിമറിക്കും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദനൻ MV. വിൻഡോസ് 2 ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ് മാത്രമല്ല, നമ്മളൊരു കംപ്ലീറ്റ് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് തരുന്നത്. എന്താണ് കംപ്ലീറ്റ് പ്രോഗ്രാം? ഈ ക്ലാസ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് അധിക ദിവസങ്ങളിലും ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ നോട്ട് കിട്ടും. 1 മണിക്ക്, രാത്രി 7 മണിക്ക് ഇതിൽ നിന്നൊരു എക്സാമും കിട്ടും. സോ നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോ മാത്രമല്ല, നമ്മളൊരു കംപ്ലീറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഇതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലെ തെറ്റേതാണ് ശരി ഏതാണെന്നുള്ളത് എക്സാം കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾക്ക് അവിടെ ഒരു പേഴ്സണൽ പെർഫോമൻസ് നിങ്ങളുടെ എത്രയാണ് അത് അനാലിസിസ് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റും കിട്ടും. 2ൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. ഈ ചാനൽ ആദ്യം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ലഭിക്കും. ഇപ്പം ദിനേശ് ഗോസ്വാമി കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം എന്താണ് എന്നതായിരുന്നു ആ എക്സാമിൽ വന്നൊരു ചോദ്യം. പലർക്കും ചിലപ്പോൾ ഇതൊരു പുതിയ ചോദ്യമായിരിക്കാം. ഇത്തരം കമ്മിറ്റികൾ ഭരണഘടനയിൽ ചോദിക്കാം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റി എപ്പോഴും ഓർക്കുക, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. അതേതുമായി ബന്ധപ്പെട്ടതാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് പരിഷ്കരണമാണ്. ദിനേശ് ഗോസ്വാമി തെരഞ്ഞെടുപ്പ് പരിഷ്കരണം. സോ നമുക്ക് ഈ കമ്മീഷനുകളെ ഒന്ന് അൺലോക്ക് ചെയ്യല്ലേ, നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് തിരിച്ചു കൊണ്ടുവരികയല്ലേ. എന്താണ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ ശുപാർശകൾ? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ക്രമേണ ലഭ്യമാക്കൽ ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ എന്തായിരുന്നു ഒരു ശുപാർശയായിരുന്നു. മറ്റൊന്ന്, വോട്ടിംഗ് പ്രായം 18 കുറയ്ക്കൽ ഇതിൻ്റെ ശുപാർശയായി. അപ്പം ദിനേശ് ഗോസ്വാമി കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് അല്ലേ. ഇത് നിങ്ങളുടെ ഒരു പവർ മൂവാണ്, ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയൊക്കെ അറിയുക എന്നുണ്ടെങ്കിൽ. വോട്ടർമാർക്ക് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ പരിചയപ്പെടുത്തുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച നിയമങ്ങൾ പുനഃപരിശോധിക്കുന്നു. സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കുന്നത് സംബന്ധിച്ച ശുപാർശകൾ. ഇതൊക്കെ ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഇപ്പം എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തൽ, ക്രമേണ ലഭ്യമാക്കൽ, വോട്ടിംഗ് പ്രായം 18 കുറയ്ക്കൽ, വോട്ടർമാർക്ക് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച നിയമങ്ങൾ,
സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കുന്നത് സംബന്ധിച്ച ശുപാർശകൾ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. സ്ഥിരം ചോദിക്കുന്ന ഒന്നാണ് സർക്കാരിയ കമ്മീഷൻ. മറന്നുപോലെ 1983 മുതൽ 88 വരെയാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ് സർക്കാരിയ കമ്മീഷൻ. എളുപ്പമാണ് ഓർത്തുവെക്കാൻ. സർക്കാരിയ, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ ബന്ധങ്ങൾ. അടുത്ത ചോദ്യം വന്നത് അനുച്ഛേദം 21 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനുച്ഛേദമാണ് അനുച്ഛേദം 21. നിങ്ങൾക്കറിയാലോ, ഇത് മൗലികാവകാശങ്ങളിൽപ്പെട്ട അനുച്ഛേദമാണ്. അനുച്ഛേദം 21 എന്ന് പറയും. ഭാഗം 3 ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും. PSC പരീക്ഷയിൽ മാത്രമല്ല ഒരു പൗരൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ സ്വകാര്യതയ്ക്കുള്ള അവകാശ ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ് കേട്ടോ. ആ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്കൊരു കാര്യം കിട്ടി. അനുച്ഛേദം 21 സ്വകാര്യതയ്ക്കുള്ള അവകാശം നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് സർക്കാരോ മറ്റു വ്യക്തികളോ എത്തി നോക്കാൻ പാടില്ല. അത് നിങ്ങളുടെ അവകാശമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. മുകളിൽ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 2 ശരിയാണ്. അനുച്ഛേദം 21 2 കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. മറ്റൊന്ന് ജീവനോപാധികൾ തേടുന്നതിനുള്ള അവകാശമുണ്ട്. രണ്ടാമത്തെ ഏതാണത്? നിങ്ങൾക്ക് ജീവനോപാധികൾ തേടാനുള്ള അവകാശവും അനുച്ഛേദം 21 നൽകുന്നുണ്ട്. ഈ രണ്ടെണ്ണവും അനുച്ഛേദം 21 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതിലത്തെ നിങ്ങളുടെ എക്സ്ട്രാ പോയിന്റിലേക്ക് നിങ്ങളതിനെ ലെവലപ്പ് ചെയ്യാൻ, അടുത്ത സ്കോറിങ്ങിലേക്ക് ലെവലപ്പ് ചെയ്യാനുള്ള എക്സ്ട്രാ പോയിന്റ്സും കൂടി ഇതിൽ നിന്ന് കിട്ടും. ജീവിക്കാനുള്ള അവകാശം, വ്യക്തിഗത സ്വാതന്ത്ര്യം, ഇത് രണ്ടും ഇതിലുണ്ട്. എന്തെല്ലാമുണ്ട്? ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, വ്യക്തിഗത സ്വാതന്ത്ര്യവുമുണ്ട്. നടപടികൾക്കനുസൃതമല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവന്റെയും സ്വത്തിന്റെയും മേൽ കടന്നു കയറാൻ പാടില്ല. അപ്പൊ ജീവിക്കാനുള്ള അവകാശമുണ്ട്, വ്യക്തിഗത സ്വാതന്ത്ര്യമുണ്ട്. നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾക്ക് അനുസൃതമല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവനും സ്വത്തിനും മേൽ കടന്നു കയറാൻ പാടില്ല. നിയമാനുസൃതമായിട്ടേ നിങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും, നിങ്ങൾ ഒരാളെ കൊന്നു വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് വരും. അപ്പൊ നിയമമാണ് നിങ്ങളുടെ ജീവൻ എടുക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ജീവൻ എടുക്കാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തിനുമേൽ, നിങ്ങൾക്ക് സ്വത്തിന്റെ മേലിൽ നിങ്ങൾക്കറിയാലോ എത്ര മൗലികാവകാശങ്ങളാണുള്ളത്? 6 മൗലികാവകാശങ്ങളാണുള്ളത്. അതിൽ സ്വത്തവകാശം ഇല്ല. പണ്ട് സ്വത്തവകാശം ഉണ്ടായിരുന്നു, പക്ഷെ സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. ആ സ്വത്തവകാശം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കണമെങ്കിൽ തന്നെ അത് നിയമപരമായേ പറ്റൂ, സർക്കാരിനാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും. അപ്പോ അതാണ് ആ ഭാഗത്തിന്റെ പ്രത്യേകത. അപ്പൊ അനുച്ഛേദം 21 അവിഭാജ്യ ഘടകങ്ങൾ ഇതുപോലെ ഇനി പരീക്ഷയ്ക്ക് വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെ ട്രെൻഡ് മനസ്സിലാക്കിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അനുച്ഛേദം 21 2 കാര്യങ്ങൾ വന്നു. എന്തെല്ലാമായിരുന്നു ആ 2 കാര്യങ്ങൾ? സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. അനുച്ഛേദം 21 നിങ്ങൾക്കറിയാം, ജീവിക്കാനും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെ അറിയണ്ടായിരിക്കും, പക്ഷെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അനുച്ഛേദം 21 അങ്ങനെ പഠിക്കണം. അപ്പൊ പല എക്സാമുകൾക്കും അത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ മാനുഷിക അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം അനുച്ഛേദം 21. യെസ്, മാലിന്യരഹിതമായ ജലവും വായുവും അപകടകരമായ വ്യവസായങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഉൾപ്പെടെയുള്ള ന്യായമായ പരിസ്ഥിതിക്കുള്ള അവകാശമുണ്ട്. ന്യായമായ പരിസ്ഥിതിക്കുള്ള അവകാശം എന്തിനൊക്കെയാണ്? മാലിന്യരഹിതമായ ജലം, വായു, അപകടകരമായ വ്യവസായങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉൾപ്പെടെയുള്ള ന്യായമായ പരിസ്ഥിതിക്കുള്ള അവകാശം. ഉപജീവനത്തിനുള്ള അവകാശം, അതാണ് ഇവിടെ തന്നത്. ഉപജീവനത്തിനുള്ള അവകാശം ചോദ്യത്തിൽ വന്നത് അതാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം, അതാണ് ഉപജീവനത്തിനുള്ള അവകാശത്തിൽ വരുന്നത്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം. സ്വകാര്യതയ്ക്കുള്ള അവകാശം പുട്ടുസ്വാമി കേസാണ്, 2017 PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഈ എക്സ്ട്രാ പോയിന്റ് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ. അടുത്തൊരു പരീക്ഷയിലൊക്കെ പ്രതീക്ഷിക്കാം. പുട്ടുസ്വാമി കേസ്. എന്താ പുട്ടുസ്വാമി കേസ്? സ്വകാര്യതയ്ക്കുള്ള അവകാശം സുപ്രീം കോടതി ഉറപ്പിച്ചതാണ്. അത് അനുച്ഛേദം 21. അഭയം തേടാനുള്ള അവകാശമുണ്ട്, ആരോഗ്യത്തിനുള്ള അവകാശമുണ്ട്, 14 വയസ്സുവരെ സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. 21A.
അല്ലേ? അത് 21A ആണ്. സൗജന്യ നിയമസഹായത്തിനുള്ള അവകാശമുണ്ട്, ഏകാന്ത തടവിനെതിരായ അവകാശമുണ്ട്, വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശമുണ്ട്, കൈവിലങ്ങിനെതിരെയുള്ള അവകാശമുണ്ട്, മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെയുള്ള അവകാശമുണ്ട്, വൈകിയ വധശിക്ഷയ്ക്കെതിരായ അവകാശമുണ്ട്, വിദേശ യാത്രയ്ക്കുള്ള അവകാശം അതുണ്ട്, അടിമത്തത്തിനെതിരായ അവകാശം, കസ്റ്റഡി പീഡനത്തിനെതിരായ അവകാശം, അടിയന്തര വൈദ്യസഹായത്തിനുള്ള അവകാശം, സർക്കാർ ആശുപത്രികളിൽ സമയബന്ധിതമായി വൈദ്യ ചികിത്സ ലഭിക്കാനുള്ള അവകാശം. നമ്മൾ ആരാ മോശക്കാരല്ല. ഇന്ത്യൻ ഭരണഘടന നമുക്ക് എന്തെല്ലാം അവകാശങ്ങളാണ് തരുന്നത്. നമ്മുടെ അവകാശമാണ്. ഒരു സംസ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടാതിരിക്കാനുള്ള അവകാശം, ന്യായമായ വിചാരണയ്ക്കുള്ള അവകാശം, തടവുകാർക്ക് ജീവിതാവകാശങ്ങൾ നിറവേറ്റുവാനുള്ള അവകാശം, മാന്യമായും അന്തസ്സോടെയും പെരുമാറാനുള്ള സ്ത്രീകളുടെ അവകാശം, പരസ്യമായി തൂക്കിലേറ്റുന്നതിനെതിരെയുള്ള അവകാശം, വൃത്തിയുള്ള പരിസ്ഥിതിക്കുള്ള അവകാശം. ഇതെല്ലാം തന്നെ അനുച്ഛേദം 21 വരും. ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട് കിട്ടും. അപ്പം നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് എന്തായാലും നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ട് നോക്കുക. 2-3-4 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ ചെയ്താൽ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി കാണാപ്പാടൊന്നും പഠിക്കണ്ട. ഓക്കെ. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇതാണ് നമ്മുടെ ഒരു പവർ മൂവ്. അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 അനുച്ഛേദം 21 എന്ന് ധാരണ വന്നാൽ ഇനി അത് ചോദ്യം വരുമ്പോൾ അനുച്ഛേദം 21A ആണ് എന്നോർക്കാം. പക്ഷേ അവിടെ നോക്കണം, ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ബിൽ 2029 അതാണ് പിന്നീട് RTE ആക്റ്റായി മാറിയത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നായിട്ട് മാറിയത്. സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. പണ്ട് ഇത് നിർദ്ദേശക തത്വത്തിലായിരുന്നു. ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് മൗലികാവകാശങ്ങളിലേക്ക് കയറിയത്. മൂപ്പര് പിരിക്കുന്നത് 21 21A. ഓക്കെ. പാർലമെന്റ് പാസ്സാക്കിയ ഡേറ്റ് ഓർത്തു വെക്കണം, 2009 ഓഗസ്റ്റ് 4. ആക്ട് 2009 ഓഗസ്റ്റ് 4. പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1. ഭരണഘടനാ ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. നോട്ടൊന്ന് നോക്കി ഉറപ്പിച്ചു വെക്കണം നിർബന്ധമായും. ഓക്കെ. ഇത് ഒരു മേജർ എക്സാം പോയിന്റ് ആണ്, പല പരീക്ഷകളിലും ആവർത്തിച്ചു വരുന്ന ഒരു പോയിന്റ് ആണ്. സോ റെഡി ടു സ്കോർ ഹൈ പോയിന്റ്സ്. നിങ്ങൾ ഇത് ഓർത്തിരിക്കണം. 86-ാം ഭരണഘടനാ ഭേദഗതി അനുച്ഛേദം 21A ഭേദഗതി എന്ന് പറയുന്നത് 2002 വന്നു, 2010 പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ടതായിരുന്നു അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ പ്രകാരം ഏറ്റവും ശക്തമായ പ്രസ്താവന ഏത്? സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ പലർക്കും ഇത് പരിചയമാണ്. പരിചയമില്ലെങ്കിൽ ഇനി ഉറപ്പിച്ചു വെച്ചോ, ഇത് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇന്ത്യ ഒരു പരമാധികാര സോവറീൻ സോഷ്യലിസ്റ്റ് മതേതര സെക്യുലറിസ്റ്റ് ജനാധിപത്യ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. അപ്പം ഇന്ത്യ എങ്ങനത്തെ റിപ്പബ്ലിക്കാണ്? അത് സോഷ്യലിസ്റ്റ് ആണ്, അതായത് സ്ഥിതി സമത്വം. സോഷ്യലിസ്റ്റിന്റെ മലയാള വാക്ക് ഓർത്തു വെച്ചോളൂ, സ്ഥിതി സമത്വം. അപ്പം അത് സ്ഥിതി സമത്വമുണ്ട്, സോഷ്യലിസ്റ്റ് ഉണ്ട്. സെക്യുലറിസ്റ്റ് ആണ്. ഇന്ത്യക്ക് ഔദ്യോഗികമായ ഒരു മതമില്ല, എല്ലാ മതത്തിലും വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ ഉള്ള അവകാശമുണ്ട്. മതേതരമാണ്, ജനാധിപത്യമാണ്, റിപ്പബ്ലിക്കാണ്. അത് കൂടാതെ തന്നെ ഇപ്പോൾ പരമാധികാരമുള്ളതാണ്. ഈ രാജ്യം ഒരു പരമാധികാര രാജ്യമാണ്. അപ്പൊ ഇതിൽ ആൻസർ B ആണ് കറക്റ്റ്. എന്താണ് ആമുഖത്തിന്റെ പ്രാധാന്യം? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും താക്കോലും, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, താക്കോല് എന്നൊക്കെ വിശേഷണങ്ങൾ ആമുഖത്തിനാണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ഭരണഘടനാ അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. അപ്പൊ ആമുഖം രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു ആണ്. കേശവാനന്ദ ഭാരതി കേസ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ ചോദിക്കും. ഓക്കെ. ഇവിടെ ഹൈ പോയിന്റ്സിലേക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കേശവാനന്ദ ഭാരതി കേസ് നിങ്ങൾ ഓർത്തു വയ്ക്കുക. 1973
സുപ്രീം കോടതി ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് വ്യക്തമാക്കി. ആമുഖവും ഭരണഘടനയുടെ ഭാഗമാണെന്ന് വ്യക്തമാക്കിയ കേസ് ഏതായിരുന്നു സുപ്രീം കോടതി? അത് കേശവാനന്ദ ഭാരതി കേസാണ്. കേശവാനന്ദ ഭാരതി കേസ്. ഓക്കെ. ഇപ്പൊ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, ഈ 5 വാക്കുകൾ നമ്മുടെ ആമുഖത്തിലുണ്ട്. 42ാം ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിന് ഒരേ ഒരു തവണ ഭേദഗതി ചെയ്യപ്പെട്ടത്. ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലറിസ്റ്റ് എന്ന വാക്കുകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അതിനു മുൻപ് പരമാധികാരമുണ്ട്, ജനാധിപത്യമുണ്ട്, റിപ്പബ്ലിക് ഉണ്ട്. പക്ഷേ സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക് എന്നീ 2 വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഏതാണ് ആ ഭേദഗതി? 42ാം ഭരണഘടനാ ഭേദഗതി. ആ 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്യപ്പെട്ടത്. ആ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലറിസ്റ്റ് എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ഒരു ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. 1976ലാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ആമുഖവും ഭരണഘടനയുടെ ഭാഗമാണ്. 1973ലാണ് ഈ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞാൽ കേരളവുമായി ബന്ധമുണ്ട്. എടനീർമഠം കാസർഗോഡിന് സമീപം കേരള സർക്കാരിന്റെ ഭൂപരിഷ്കരണ നിയമത്തിനെതിരെയാണ് സമീപിക്കപ്പെടുന്നത്. പാർലമെന്റിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യാം, പക്ഷെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ചു കൊണ്ടാവരുത്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീൻ, ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റില്ല. ഭരണഘടനയ്ക്ക് ഭേദഗതി ചെയ്യാം. ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആർക്കാണ് അവകാശം? ഓർത്തു വെച്ചോളൂ, പാർലമെന്റിനാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെന്റിനെ സാധിക്കുള്ളൂ. ഭേദഗതി ചെയ്യാം, പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റില്ല. അതാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീൻ. കേശവാനന്ദ ഭാരതി കേസിലാണ് സുപ്രീം കോടതി ഇത് നിരീക്ഷിക്കുന്നത്. കേശവാനന്ദ ഭാരതി കേസിൽ തന്നെയാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും പറയുന്നത്. 1973. അപ്പോ അതൊക്കെ ആയല്ലോ. ഇനി അടുത്ത ചോദ്യം വന്നത് പാർലമെന്ററി കമ്മിറ്റികളാണ്. ഇടയ്ക്ക് വരാറുണ്ട്, സ്ഥിരം വരുന്നതല്ല. ഈ ആമുഖത്തിലെ ചോദ്യം പോലെ സ്ഥിരം വരുന്ന ചോദ്യമല്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഇത് വിന്നിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഇത്തരം ചോദ്യങ്ങൾ അറിയുക എന്നുള്ളത്. ഇതൊക്കെ അറിയുമ്പോഴാണ് നിങ്ങൾ ഉയർന്ന റാങ്കിലേക്ക് എത്തുകയും റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്യുന്നത്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി, നമുക്ക് ഈ ഭാഗം ഒന്ന് അൺലോക്ക് ചെയ്യല്ലേ? അതേതാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി. ഏതെല്ലാമാണ് പ്രധാന പാർലമെന്ററി കമ്മിറ്റികൾ? എസ്റ്റിമേറ്റ് കമ്മിറ്റി ഒന്ന് പ്രധാനപ്പെട്ട പാർലമെന്ററി കമ്മിറ്റിയാണ്. കുറച്ചേ ഉള്ളൂ, ശ്രദ്ധിച്ചിരിക്കും. സ്റ്റിക്ക് വിത്ത് മീ. ഈ ക്ലാസ് മുഴുവൻ അവസാനം ഒന്ന് സാവകാശം കാണും. ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എയിൽ തുടങ്ങുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത് ഏതാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. 30 അംഗങ്ങളാണ്. എല്ലാ അംഗങ്ങളും ലോക്സഭയിൽ നിന്നാണ്. അതായിരുന്നു ഇവിടുന്ന് ചോദിച്ചത്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി, അത് ലോക്സഭയിൽ മാത്രമാണ് അംഗങ്ങൾ. ചെയർമാനെ സ്പീക്കർ നിയമിക്കുന്നു, സാധാരണയായി ഭരണകക്ഷി അംഗം. അതാണ് ഇവിടെ ചോദിച്ചത്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി അത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി. എല്ലാ അംഗങ്ങളും ലോക്സഭയിൽ നിന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെയർമാനെ സ്പീക്കറാണ് നിയമിക്കുക. അത് ഭരണകക്ഷിയിലെ അംഗമായിരിക്കും. അപ്പോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ ഭരിക്കുന്ന പാർട്ടിയിൽ അംഗമായിരിക്കും ചെയർമാൻ. ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റിയാണ്. ലോക്സഭയിൽ നിന്നുള്ള അംഗങ്ങൾ മാത്രമാണ്. നമ്മുടെ പാർലമെന്റിന് 2 ഭാഗങ്ങളുണ്ട്, ലോക്സഭ, രാജ്യസഭ. അതിൽ രാജ്യസഭയെ അപ്പർ ഹൗസ്, ഉപരിസഭ എന്നും ലോകസഭയെ എന്തെന്നും പറയും? കീഴ്സഭ എന്നും പറയും. പല പാർലമെന്ററി കമ്മിറ്റിയിലും ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള അംഗങ്ങൾക്ക് അംഗമാകാം. എന്നാൽ
എസ്റ്റിമേറ്റ് കമ്മിറ്റി ലോക്സഭയിലുള്ള അംഗങ്ങൾക്ക് മാത്രം. അവിടെ ചെയർമാൻ ഭരണകക്ഷിയിലെ അംഗങ്ങളാണ്. നോക്കൂ, ചോദ്യം ഡീപ്പായിട്ട് പോയിട്ടുണ്ട്, 10th ലെവലിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അപ്പോൾ ഇത് ചെയർമാനെ സ്പീക്കർ നിയമിക്കുന്നു. ഇനി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് മറ്റൊരു കമ്മിറ്റി. അവിടെ ചെയർമാൻ പ്രതിപക്ഷത്ത് നിന്നുള്ള ആളായിരിക്കും. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിലെ ചെയർമാൻ അത് പ്രതിപക്ഷത്തുള്ള ആളായിരിക്കും. പബ്ലിക് പ്രതിപക്ഷം കണ്ടോ, പബ്ലിക് എന്നുള്ളോർത്ത് പ്രതിപക്ഷം എന്നോർത്ത് വെച്ചാൽ മതി. ഈ ചോദ്യം നമ്മൾ കറണ്ട് അഫയേഴ്സിൽ കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഉത്തരം മാത്രമേ പറയുന്നുള്ളൂ. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് പാർലമെന്റ് സമുച്ചയ നിർമ്മാണമാണ്. കറണ്ട് അഫയേഴ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. പ്രധാന ദിനങ്ങൾ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാന ദിനങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കണം. അതിലൊന്നാണ് ഭരണഘടനാ ദിനം. നവംബർ 26 ഭരണഘടനാ ദിനം എന്ന് പറയുന്നത്. എന്താണ് ഈ നവംബർ 26 എന്ന് പറഞ്ഞാൽ? അത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 പിറ്റേ വർഷം 1950 2 മാസങ്ങൾക്ക് ശേഷം ജനുവരി 26 ഭരണഘടന രാജ്യത്തൊട്ടാകെ നിലവിൽ വന്നു, പ്രാബല്യത്തിൽ വന്നു. അതോടുകൂടി ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി. എന്താണ് റിപ്പബ്ലിക്? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണത്തലവനുള്ള രാജ്യങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് പറയുക. ബ്രിട്ടൻ റിപ്പബ്ലിക് അല്ല, അവിടെ ഇപ്പോഴും പാർലമെന്റിന് അധികാരമുണ്ട്, പക്ഷെ ഭരണത്തലവൻ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയാണ്. അതുകൊണ്ട് ബ്രിട്ടൻ റിപ്പബ്ലിക് അല്ല, പക്ഷെ ഇന്ത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ്. അപ്പോൾ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിക്കുന്നു. അതുകൊണ്ട് നവംബർ 26 ഭരണഘടനാ ദിനം അഥവാ നിയമദിനമായിട്ട്, ഭരണഘടനാ ദിനം അഥവാ നിയമദിനം. എന്നാൽ ജനുവരി 26 1950 ജനുവരി 26 എന്ന് പറയുന്നത് ഭരണഘടന നിലവിൽ വന്ന രാജ്യമാണ്. അതോടുകൂടി നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണത്തലവൻ വരുന്നു, പ്രസിഡന്റ് വരുന്നു, അത് റിപ്പബ്ലിക് ഡേ ആണ്. മറ്റൊരു ചോദ്യം പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി. നേരത്തെ നമ്മൾ 2 കമ്മിറ്റികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ദിനേശ് കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് പരിഷ്കരണം, സർക്കാരിയ കമ്മീഷൻ, അതേതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം. ഇനി പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി തുങ്കൻ കമ്മിറ്റിയാണ്. ഏതാണ് ആ കമ്മിറ്റി? തുങ്കൻ കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത, അശോക് മേത്ത കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട സുപ്രധാന കമ്മിറ്റികളെ കേരള PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957. ഇപ്പോഴാണ്, അടുത്ത കാലത്താണ് ഇപ്പോൾ PSCയിൽ അധികം ചോദിക്കാത്തത്, പക്ഷെ ഇപ്പോഴും ചോദിക്കാറുണ്ട്, പണ്ട് സ്ഥിരം ചോദിച്ചിരുന്നു. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഇന്ത്യൻ പഞ്ചായത്ത് രാജിന്റെ ശില്പിയാണ്. ബൽവന്ത് റായ് മേത്ത എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പഞ്ചായത്ത് രാജിന്റെ ശില്പി ബൽവന്ത് റായ് മേത്തയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കൂ, എത്ര എളുപ്പമാണ്. ചിലപ്പോൾ ചിലർക്ക് ബൽവന്ത് റായ് മേത്തയാണ് ഇന്ത്യൻ പഞ്ചായത്ത് രാജിന്റെ ശില്പി എന്നുള്ളത് കാണാപ്പാടം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കൺഫ്യൂസ്ഡ് ആവും. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ ഒന്നാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്തു. എന്താ ഈ ത്രിതല പഞ്ചായത്ത്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളുടെ നാട്ടിലൊരു ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരിക്കും, കുറച്ച് ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരിക്കും, അതിൻ്റെ മുകളിൽ ഒരു ജില്ലയ്ക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരിക്കും. ഈ ത്രിതല സംവിധാനം ഗ്രാമം, ബ്ലോക്ക്, ജില്ല തുടങ്ങിയ ത്രിതല സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അപ്പോൾ അതാണ് ആ 3 അടുത്തത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയുമായി PSCക്ക് വരുന്ന ചോദ്യം. അശോക് മേത്ത കമ്മിറ്റി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. മലയാളിയായ EMS അംഗമായിരുന്ന കമ്മിറ്റിയാണ്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS അംഗമായിരുന്ന കമ്മിറ്റിയാണ്. മറ്റൊന്നാണ് PK തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്തു. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ചൊരു നിയമം മൂലം സ്ഥാപിതമായ സ്റ്റാറ്റ്യൂട്ടറി ആണത്.
ഇതൊരു ഭരണഘടനാ സ്ഥാപനമായി മാറണം പഞ്ചായത്തുകൾ, നിയമം മൂലമല്ല എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. ഇതേ ശുപാർശ മുന്നോട്ട് വെച്ച മറ്റൊരു കമ്മിറ്റിയാണ് സിംഗ്വി കമ്മിറ്റി. അപ്പൊ തുങ്കനും സിംഗ്വിയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് PRIസിന് ഭരണഘടനാ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ട രണ്ട് കമ്മിറ്റികളാണ് PK തുങ്കൻ കമ്മിറ്റിയും LM സിംഗ്വി കമ്മിറ്റിയും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വരിക. സാധാരണയായി അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യം വരിക. ആയിരുന്നു അതിലംഗം? EMS നമ്പൂതിരിപ്പാടാണ്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത് ബൽവന്ത് റായ്. അപ്പൊ ബൽവന്ത് റായ്, അശോക് മേത്ത, PK തുങ്കൻ, LM സിംഗ്വി കമ്മിറ്റി ഇതെല്ലാം തന്നെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജിന്റെ ചരിത്രം എന്താ? സ്ഥലം പഞ്ചായത്ത് രാജ് ആദ്യം നടപ്പിലാക്കുന്നത് അത് ചോദ്യം വരാറുണ്ട്. നമ്മുടെ രീതി എങ്ങനെയാണ്? SCRT നിന്നുള്ള പ്രധാന പോയിന്റ്, ഈ അടുത്ത കാലത്ത് PSC നടത്തിയ ചോദ്യങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ് തരിക. ഒരു ചോദ്യത്തിലേക്ക് ഡീപ്പ് ഡൈവ് ചെയ്ത് പോകും നമ്മൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മേജർ എക്സാം ഹാക്ക് പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലിരിക്കും. കാരണം പാറ്റേൺ മനസ്സിലാവും. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ബൗൺസിങ് ആണ്. ഇതാണ് ഈ പങ്ക്തിയുടെ ഗുണം എന്ന് പറയുന്നത്. സോ ഈ കൺസെപ്റ്റുകളൊക്കെ തന്നെ ലോക്ക് ദിസ് ഇൻ യുവർ മെമ്മറി. നോട്ട് കൂടി എടുത്ത് പിന്നെ എക്സാമും കൂടി ചെയ്യുമ്പോൾ അത് ലോക്കായി മാറും. അതുകൊണ്ടാണ് നോട്ടും എക്സാമും തരുന്നത്. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് ആദ്യം നടപ്പിലാക്കിയത്. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. 1959 ഒക്ടോബർ 2 ഗാന്ധിയുടെ ജന്മദിനം. ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. എല്ലാം ചോദിച്ചതാണ്. പക്ഷെ ദക്ഷിണേന്ത്യയിൽ പഞ്ചായത്ത് രാജ് ആദ്യമായി നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശിലാണ്, ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. അപ്പോ നോക്കൂ എന്തെല്ലാമാണ്. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്ത് രാജ് ആദ്യം നടപ്പിലാക്കുന്നത്. 1959 ഒക്ടോബർ 2 ജവഹർലാൽ നെഹ്റുവാണ് ഉദ്ഘാടനം ചെയ്തത്. രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്, ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ഇതിന് ഭരണഘടനാ ഭേദഗതി നിർദ്ദേശിച്ചത് നമുക്കറിയാം തുങ്കൻ കമ്മിറ്റിയും സംഗ്വി കമ്മിറ്റിയുമാണ്. പക്ഷെ ആ ഭേദഗതി വന്നത്, ഇതിന് ഭരണഘടനാ സംവിധാനമായി മാറുന്നത് 73ാം ഭേദഗതി നിയമപ്രകാരമാണ്. 1992 73ാം ഭരണഘടനാ ഭേദഗതി ഓർത്തിരിക്കണം. നേരത്തെ നമ്മളൊരു ഭരണഘടനാ ഭേദഗതി പഠിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം. ഏതാ ഭേദഗതി? ഓർമ്മ ഉണ്ടോ? ഇല്ലെങ്കിൽ പോയി നോക്കണം. ഓക്കെ, നിലവിൽ വന്നതോടെ പഞ്ചായത്ത് രാജിന് ഭരണഘടനാ ഭേദഗതി വന്നു. 73ാം ഭേദഗതി നിയമം. പഞ്ചായത്ത് ദിനം എന്നറിയപ്പെടുന്നത് ഫെബ്രുവരി 19 ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനമാണ്. ഇപ്പൊ ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ്. മാത്രമല്ല ഫെബ്രുവരി 19 പഞ്ചായത്ത് ദിനം. അത് ബൽവന്ത് റായ് മേത്തയുടെ ദിനമാണ്. കണക്ട് ചെയ്ത് പഠിക്കുക. കണക്ഷൻസ് ആർ മെമ്മറീസ്. മന്ത്രിസഭയുടെ വലിപ്പ നിയന്ത്രണം. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. നോക്കൂ, ഭരണഘടനാ ഭേദഗതിയൊക്കെ എത്ര ഡീപ്പായി പോയി ക്വസ്റ്റ്യൻ പേപ്പറിൽ. അങ്ങനെ ഡീപ്പായി പഠിക്കേണ്ടതുണ്ട്. അപ്പോ അതേതായിരുന്നു ആ ഭേദഗതി എന്ന് പറയുന്നത്? 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. എന്താണ്? മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം മൊത്തം അംഗസംഖ്യകളുടെ 15% കവിയാൻ പാടില്ല. അപ്പൊ ഈ ഭേദഗതി ഏതാണ്? ഭേദഗതി 91ാം ഭേദഗതി എന്നുള്ളിടത്ത് 15% എന്നും കൂടി ഓർത്തിരിക്കണം. മന്ത്രിസഭയിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം എന്താണ്? 15% കവിയാൻ പാടില്ല മൊത്തം അംഗങ്ങളുടെ. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. സംസ്ഥാന തലത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ എണ്ണം നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കേരള നിയമസഭയിൽ 140 അംഗങ്ങളാണ്. 15% കണക്കാക്കുമ്പോൾ കേരളത്തിൽ 21 അംഗങ്ങളെ പാടൂ. എത്ര അംഗങ്ങളെ പാടൂ? 21 അംഗങ്ങൾ, അതിൽ കൂടുതൽ പാടില്ല. അപ്പൊ കേരളത്തിലെ മന്ത്രിസഭയുടെ പരമാവധി മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പാടൂ. കേരളത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പരമാവധി എണ്ണം 21. ചെറിയ സംസ്ഥാനങ്ങൾക്ക് ഇളവുണ്ട്. അംഗസംഖ്യ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ 12 എണ്ണെങ്കിലും വേണം. തിരിച്ചിട്ടാൽ മതി, 21 തിരിച്ചിട്ടാൽ മതി, അപ്പൊ 12. ഇനി രാജ്യസഭയുമായി ബന്ധപ്പെട്ട ചോദ്യമായി സാധാരണ പതിവ് ചോദ്യങ്ങൾ തന്നെ. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. 2/3 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്.
രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. ഇതിൽ 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. 2, 3, 4 മാത്രമാണ് ശരി. 3ൽ 2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു. തെറ്റാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തെറ്റാണോ? 3ൽ 2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു. നോക്കാം നമുക്ക്. രാജ്യസഭയുടെ സംഘാടന പ്രസ്താവന 1 തെറ്റ്. രാജ്യസഭയിലെ 3/1 അംഗങ്ങളാണ് ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നത്. അതന്നെയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ നോക്കൂ, 3ൽ 2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു. കേൾക്കുമ്പോൾ തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ശരിയാണ് തോന്നുന്നുണ്ടല്ലേ? തെറ്റാണ്. 3ൽ 2 ഭാഗം അംഗങ്ങളല്ല. എത്രയാണ്? 3ൽ 1 ഭാഗം അംഗങ്ങളാണ്. 3ൽ 1 3ൽ 2 അല്ല. സൂക്ഷ്മത ഇല്ലെങ്കിൽ അവിടെ എല്ലാം ശരിയെന്ന് കൊണ്ടുപോയിട്ട് എഴുതും. നല്ല സൂക്ഷ്മത വേണം. തപസ് എന്ന് പറയും. തപസ് എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യത്തിലുള്ള ശ്രദ്ധയാണ്. ഈ ശ്രദ്ധ കാരണം PSCക്ക് മാർക്ക് പോകും. അതില്ലാതാക്കാനാണ് എക്സാമുകൾ ചെയ്യുക. ദിവസവും ഒരു എക്സാം ചെയ്യുക. നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വരും. ദിവസവും നിങ്ങൾക്കൊരു എക്സാം. അവിടെ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യം നിങ്ങൾ തെറ്റിച്ചാൽ പിന്നെ നിങ്ങളത് തെറ്റിക്കില്ല. ഈ ചോദ്യങ്ങളൊക്കെ അവിടെ വരും. ഇപ്പം 3ൽ 2 3ൽ 1 നിങ്ങളുടെ റാങ്ക് മാറി മറിയ 1 മാർക്കിനാണ്. ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടേണ്ടതും പോയി, 0.33 താഴത്തേക്കും വന്നു. ഇപ്പോൾ ഒരു 100 മുതൽ 200 മുതൽ 500 വരെയുള്ള റാങ്കുകളിലാണ് നിങ്ങളെങ്കിൽ ഒരു 100 എണ്ണം താഴത്തേക്ക് വീഴാൻ ഈ ഒറ്റ കാര്യം മതി. ഇതാണ് ശ്രദ്ധ. സോ സ്മാർട്ടായിട്ട് പണിയെടുക്കുക. സ്മാർട്ടായിട്ട് പണിയെടുക്കുമ്പോൾ എക്സാം ചെയ്യേണ്ടത് മോക്ക് എക്സാമുകൾ നിർബന്ധമാണ്. അപ്പോഴാണ് ഈ തെറ്റുകളെ കുറിച്ച് നമ്മൾ അവെയർ ആവും. നമുക്കത് ശീലമായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ വെറുതെ വാരിക്കോരി ചെയ്യുന്ന പരിപാടി നമ്മൾ മാറ്റിയെടുക്കും. അതിന് എക്സാം ചെയ്യണം. നിങ്ങൾക്ക് എല്ലാ ദിവസവും എക്സാം ഉണ്ട്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ പിരിച്ചുവിടില്ല. രാജ്യസഭ ലോക്സഭയെ പോലെയല്ല. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. പക്ഷെ രാജ്യസഭാംഗങ്ങൾക്ക് കാലാവധിയുണ്ട് 6 വർഷമാണ്. എങ്ങനെയാണ് അവർ പിരിഞ്ഞു പോവുക? 3ൽ 1 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിയും. അപ്പൊ രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നു. രാജ്യസഭേനെയാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഇത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പ്രതിനിധികളെ ഉൾക്കൊള്ളുന്നു. ധനബിൽ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ. ധനബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. ധനബില്ല് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. രാജ്യസഭയുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. എന്താണ് രാജ്യസഭയുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്? രാജ്യസഭയുമായി ബന്ധപ്പെട്ട ചോദിക്കുന്നതാണ് അതിൻ്റെ അനുച്ഛേദം ചോദിക്കും. അനുച്ഛേദം 80 ആണ് രാജ്യസഭയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 80. രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ സ്ഥിരം ചോദിക്കുന്നതാണ് 250. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 238 എണ്ണവും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് 12ഉമാണ്. അങ്ങനെ 238ഉം 12ഉം 250ആയി. കേരളത്തിൽ നിന്ന് അടുത്തിടെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് ഒരാളെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് സുരേഷ് ഗോപിയെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഇപ്പൊ വേറൊരാളെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഒന്ന് കമന്റ് ചെയ്യും. കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പൊ കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം ഇതൊക്കെ ഇപ്പോൾ വിവാദമായി നിൽക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് ഇത് ചോദിക്കാം. കലയിൽ നിന്ന് സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം ഈ രംഗത്ത് പ്രഗത്ഭരായ ആളുകളെയാണ് ഈ 12 ആളുകളിൽ നാമനിർദ്ദേശം ചെയ്യുക. ആകെ 280 ആളുകളാണ്. 238 ആളുകളെ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 12 ആള് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഇതാണ് അംഗസംഖ്യ. വകുപ്പ് അനുച്ഛേദം 80 ആണ് ഭരണഘടനയുടെ അടിസ്ഥാനം രാജ്യസഭയുമായി ബന്ധപ്പെട്ടത്. കേരളത്തിന്റെ പ്രാതിനിധ്യം ഓർക്കണം. കേരളത്തിന് രാജ്യസഭയിൽ എത്ര സീറ്റുകളാണ്? 9 സീറ്റുകളാണ്. ഈ നേരത്തെ ഇപ്പൊ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സീറ്റ് അതിൽ ചേട്ടാ 238-ൽ 9 എണ്ണം കേരളത്തിനുള്ളതാണ്. ലോക്സഭയിൽ 20 സീറ്റാണ്. ഇത് രണ്ടും ഓർക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. രാജ്യസഭയിൽ 9 സീറ്റാണ്, ലോക്സഭയിൽ 20 സീറ്റാണ്. രാജ്യസഭയ്ക്ക് ധനബില്ലിൽ ഭേദഗതി നിർദ്ദേശിക്കാം. പക്ഷെ ധനബില്ല് ലോക്സഭയിലെ ഹാജരാക്കാൻ പാടുള്ളൂ. എന്താണ് ഒരു ബില്ല്? നിയമമാക്കാൻ പോകുന്ന ഒന്നിനെയാണ് ബില്ല് എന്ന് പറയുന്നത്. ഒരു പുതിയ നിയമം വരികയാണ്.
അല്ലെങ്കിൽ ഒരു പുതിയ ഭരണഘടനാ ഭേദഗതി വരികയാണ്, അത് ബില്ലായിട്ടാണ് അവതരിപ്പിക്കുക. അത് അവതരിപ്പിക്കുമ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിക്കാം. എന്നാൽ മണി ബില്ലുകൾ, ധനബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ആ ധനബില്ലിൽ വേണമെങ്കിൽ രാജ്യസഭയ്ക്ക് ഭേദഗതി നിർദ്ദേശിക്കാം, പക്ഷെ അത് ലോക്സഭയ്ക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. അപ്പൊ ധനബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് വലിയ അധികാരമൊന്നും ഇല്ല എന്നർത്ഥം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അധികാരം. നോക്കൂ, അടുത്ത പരീക്ഷയ്ക്കും അതേ ചോദ്യം ചോദിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഇവിടെയും പി കെ തുങ്കൻ കമ്മിറ്റിയാണ്. സാങ്വി കമ്മിറ്റിയും ഈ കമ്മിറ്റിയിൽപ്പെട്ടതാണ് എന്നോർക്കുക. ബൽവന്തറായി നിങ്ങൾക്കറിയാലോ, ത്രിതല പഞ്ചായത്ത്. അശോക് മേത്ത EMS ഉണ്ടായിരുന്ന കമ്മിറ്റി. സർക്കാരിയ കമ്മീഷൻ, സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധം. അടുത്തത് ഭരണഘടനയുടെ 4-ാം അധ്യായം നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത്: തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത സിവിൽ നിയമം, സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിലിൽ തുല്യ അവസരം. ഇതിൽ സംഘടനാ സ്വാതന്ത്ര്യവും പൊതുതൊഴിലിൽ തുല്യ അവസരവുമാണ് 4-ാം ഭാഗത്തില്ലാത്തത്. ഭരണഘടനയുടെ ഭാഗം 1 എന്ന് പറയുന്നത് ആമുഖമാണ്. ഭരണഘടനയുടെ ഭാഗം 3 എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ 6 എണ്ണമാണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഹൈക്കോടതിയെയും സമീപിക്കാം. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഇത് ഭാഗം 3-ലാണ്, മൗലികാവകാശത്തിലാണ്. എന്നാൽ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളാണ്. അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. സർക്കാരുകൾ ഇങ്ങനെ ചെയ്താൽ നന്ന്, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഇപ്പൊ ഭാഗം 4-ൽ നിർദ്ദേശക തത്വവും ഭാഗം 3-ൽ മൗലികാവകാശങ്ങളുമാണ്. ഭാഗം 3 ജസ്റ്റിഫയബിൾ ആണ്, ന്യായവാദാർഹമാണ്, നമുക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോകാം. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ എന്തല്ല? ന്യായവാദാർഹമല്ല. അപ്പൊ നിർദ്ദേശക തത്വങ്ങളിൽ പെട്ടതാണ് തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത സിവിൽ നിയമം. ഇപ്പൊ നാട്ടിൽ ഏകീകൃത സിവിൽ നിയമം ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. അത് സർക്കാരിനോട് പറയാണ്, പറ്റുമെങ്കിൽ നിങ്ങൾ ഏകീകൃത സിവിൽ നിയമം, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്ക്. തുല്യ ജോലിക്ക് തുല്യ വേതനമില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. അതൊരു നിർദ്ദേശമാണ്. എന്നാൽ സംഘടനാ സ്വാതന്ത്ര്യവും പൊതു തൊഴിലിൽ തുല്യ അവസരവും അത് മൗലികാവകാശത്തിൽപ്പെടും, ഭാഗം 3-ൽ പെടും. അത് ഭാഗം 4-ലല്ല. അതുകൊണ്ട് ഇത് രണ്ടും ഭാഗം 3-ലാണ്. സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, അത് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. പൊതു തൊഴിലിൽ അവസരമുണ്ട്, അത് നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. അതുകൊണ്ടാണ് PSC നിങ്ങൾക്ക് എക്സാം എഴുതുന്നത്. ഒരേപോലെ കഴിവുള്ള ഒരുപാട് പേര്, അവരിൽ നിന്ന് ആൾക്കാർ തിരഞ്ഞെടുത്തേ പറ്റൂ. പൊതു തൊഴിലിൽ തുല്യ അവസരമാണ്. 4-ാം അധ്യായത്തിൽ എന്തൊക്കെയുണ്ട്? തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത സിവിൽ നിയമം, ഗോവധ നിരോധനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഗാന്ധിയൻ തത്വങ്ങൾ അധികവും എവിടെയാണ് വന്നിട്ടുള്ളത്? അത് നിർദ്ദേശക തത്വത്തിലാണ്. അതുപോലെ തന്നെ ലിബറൽ ആശയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിലാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, തുല്യ ജോലിക്ക് തുല്യവേതനം, ഇതൊക്കെ എവിടെയാണ്? നിർദ്ദേശക തത്വത്തിലാണ്. മൗലികാവകാശങ്ങളിൽ പെടാത്തവ സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിലിൽ തുല്യ അവസരം എന്നുള്ളതൊക്കെ തന്നെ ഭാഗം 3 മൗലികാവകാശത്തിലാണ്. ഇത് ജസ്റ്റിഫയബിൾ ആണ്, ന്യായവാദാർഹമാണ്, കാരണം ഇത് മൗലികാവകാശത്തിലാണ്. ഇത് ഭാഗം 4-ലാണ്, നിർദ്ദേശക തത്വത്തിലാണ്, ജസ്റ്റിഫയബിൾ അല്ല. ഇതാണ് ആ വ്യത്യാസം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ആപ്പാണ് C-Vigil ആപ്പ്, ഓർമ്മിച്ചു വെക്കണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? C-Vigil ആണ്. C-Vigil എന്താണ് പറയുന്നത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത്? C-Vigil എന്ന് പറയുന്നത്. മറ്റൊന്ന് ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ടാണ്. സ്ഥിരം PSCക്ക് വരുന്ന ചോദ്യമാണ്. ഈ C-Vigil പോലുള്ള ആപ്പുകളും പരീക്ഷയ്ക്ക് നിരന്തരം ആവർത്തിച്ചു വരുന്നുണ്ട്. ആപ്പുകളെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധ മാണവോർജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം,
കൺകറന്റ് ലിസ്റ്റ്, മദ്യനിയന്ത്രണം, ബാങ്കിങ്. ഇതിലേതാണ് ശരി എന്നുള്ളതാണ്. ഇതിലെ ശരി 1, 2 എന്നിവയാണ്. 3-ൽ ഒരു തെറ്റുണ്ട്. എന്താണെന്ന് പറയാം. എന്താണ് ഈ ലിസ്റ്റുകൾ? നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ ഭരണ സംവിധാനമാണ്. ശക്തമായ ഒരു യൂണിയൻ സർക്കാരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സംസ്ഥാന സർക്കാരുകളുമുണ്ട്. ഈ 2 സർക്കാരുകൾക്കും ഉള്ള പ്രത്യേകത എന്താ? അവിടെയൊക്കെ നിയമസഭകളുണ്ട്. കേന്ദ്രത്തിൽ പാർലമെന്റ് ഉണ്ട്, സംസ്ഥാനത്ത് നിയമസഭയുണ്ട്. ഇത് രണ്ടിന്റെയും ചുമതല എന്താ? നിയമനിർമ്മാണമാണ്. പാർലമെന്റിന്റെ, നിയമസഭയുടെ പ്രധാനപ്പെട്ട ചുമതല എന്താണെന്ന് ചോദിക്കും. നിയമനിർമ്മാണമാണ്. ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ആ നിയമം നിർമ്മിക്കുമ്പോൾ അവരെവിടെയൊക്കെ നിയമം നിർമ്മിക്കണം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ? ആ നിയമം നിർമ്മിക്കാൻ അവർക്ക് അവകാശമുള്ള ഭാഗങ്ങളെയാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ ലിസ്റ്റുകൾ 4 തരത്തിലാണ്. ഒന്ന്, യൂണിയൻ ലിസ്റ്റ്, കേന്ദ്ര ഗവൺമെന്റിന് നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള ലിസ്റ്റ്. മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റുകൾക്ക് നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള ലിസ്റ്റ്. മറ്റൊന്ന് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് 3 എണ്ണമാണ് പ്രധാനമായിട്ടും. ആ കൺകറന്റ് ലിസ്റ്റിൽ സ്റ്റേറ്റിനും യൂണിയനും നിയമം നിർമ്മിക്കാം. ഇനി അടുത്തത് റെസിഡുവൽ പവേഴ്സ്. ലിസ്റ്റ് അല്ല, റെസിഡുവൽ പവേഴ്സ്, അവശിഷ്ട അധികാരങ്ങൾ. ഈ ലിസ്റ്റിലൊന്നും കാണുന്നില്ലേ എങ്കിൽ അതിൽ കേന്ദ്ര ഗവൺമെന്റിന് എന്ത് നിർമ്മിക്കാം? നിയമം നിർമ്മിക്കാം. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നിയമം നിർമ്മിക്കാൻ പറ്റാവുന്ന ഒരു യൂണിയൻ ലിസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റിന് നിയമം നിർമ്മിക്കാൻ പറ്റാവുന്ന സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാനത്തിനും നിയമം നിർമ്മിക്കാൻ പറ്റാവുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് കൺകറന്റ് ലിസ്റ്റ്. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയിൽ വെറും സംസ്ഥാനം എന്നുള്ള അർത്ഥം മാത്രമല്ല കേട്ടോ. സ്റ്റേറ്റിന് ഇന്ത്യയും സ്റ്റേറ്റ് ആയിട്ട് കാണും. പക്ഷെ ഇവിടെ സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാനങ്ങളാണ്. അപ്പൊ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇനി ഇതിലൊന്നും പെടില്ലേ, അതിനെയാണ് റെസിഡുവൽ പവേഴ്സ് അഥവാ അവശിഷ്ടാധികാരം. അവിടെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ എന്താ അവിടെ പ്രശ്നം വന്നത്? യൂണിയൻ ലിസ്റ്റ് പ്രതിരോധമുണ്ട്, ആണവോർജമുണ്ട്, വിദേശകാര്യമുണ്ട്. ഓർത്ത് വയ്ക്കാൻ വല്ല വേണ്ട. വിദേശകാര്യവും ആണവോർജവും അതുപോലെ തന്നെ പ്രതിരോധം ഒക്കെ സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അവിടെ നടക്കില്ല. റെയിൽവേ, ബാങ്കിങ് എവിടെയാ? യൂണിയൻ ലിസ്റ്റിലാണ്. ഇവിടെ ബാങ്കിങ് എവിടെയാ വന്നത്? ഇവിടെ ബാങ്കിങ് വന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. അത് യൂണിയൻ ലിസ്റ്റിലാണ്. അതിൽ സംസ്ഥാനത്തിലൊന്നുമില്ല. ബാങ്കിങ്ങിൽ കറൻസി, സെൻസസ്, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റാണ്. സംസ്ഥാന ലിസ്റ്റ് ഇനിയുണ്ട്. ഞാൻ പ്രധാനമായും പരീക്ഷിക്കാവുന്നത് കൃഷി, പോലീസ്, പട്ടാളം യൂണിയൻ ലിസ്റ്റാണ്. ആഭ്യന്തരം അതേസമയം നമ്മുടെ സംസ്ഥാന ലിസ്റ്റിൽ പെടും. പോലീസ്, പൊതുജനാരോഗ്യം, തദ്ദേശ ഭരണം, ജയിൽ, മത്സ്യബന്ധനം. മദ്യനിയന്ത്രണം സംസ്ഥാന ലിസ്റ്റിലാണ്. ഓർത്തു വയ്ക്കുക. മദ്യനിയന്ത്രണം, മത്സ്യബന്ധനം, ജയിൽ, തദ്ദേശ ഭരണം, പൊതുജനാരോഗ്യം, പോലീസ്, കൃഷി. എന്നാൽ കൺകറന്റ് ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട്? അവിടെ വിദ്യാഭ്യാസമുണ്ട്, വനമുണ്ട്. അല്ലെ? നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ചെറിയൊരു തർക്കെടുപ്പ് നമുക്കറിയാം. വില നിയന്ത്രണമുണ്ട്, വിവാഹമുണ്ട്, ക്രിമിനൽ നിയമങ്ങളുണ്ട്. പോലീസ് സംസ്ഥാന ലിസ്റ്റിലാണെങ്കിലും ക്രിമിനൽ നിയമങ്ങൾ കൺകറന്റ് ലിസ്റ്റിലാണ്. ക്രിമിനൽ നിയമങ്ങൾ, വിവാഹം, വില നിയന്ത്രണം, വനം, വിദ്യാഭ്യാസം. ഈ ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിലാണ്, കൺകറന്റ് ലിസ്റ്റിലല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ 1976 ആമുഖം ഒരേ ഒരു പ്രാവശ്യം ഭേദഗതി ചെയ്യപ്പെട്ട 42ാം ഭരണഘടനാ ഭേദഗതിക്ക് ഇവിടെ റോളുണ്ട്. എന്താണ് ആ റോള്? സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങൾ മാറ്റി. അതേതെല്ലാമായിരുന്നു? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക നിലവാരം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, നീതിന്യായ ഭരണം. നീതിന്യായ ഭരണം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, അളവ് തൂക്ക നിലവാരം, വനം, വിദ്യാഭ്യാസം, ഇതൊക്കെ ഇവിടെ നീക്കി. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് 42ാം ഭേദഗതി 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതേതരം എന്നിവ കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ ഭേദഗതി നൽകിയ പദം 73ാം ഭേദഗതി 1992. 86ാം ഭേദഗതി അനുച്ഛേദം 21A കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ അവകാശ നിയമം. 91ാം ഭേദഗതി മന്ത്രിസഭയുടെ വലിപ്പം 15% പരിമിതപ്പെടുത്തി. പ്രധാന കേസുകൾ ഓർക്കുക. കേശവാനന്ദ ഭാരതി ആമുഖ ഭരണഘടനയുടെ ഭാഗമാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റില്ല. പുട്ടസ്വാമി കേസ് സ്വകാര്യതയ്ക്കുള്ള അവകാശം, MC മേത്ത കേസ് വൃത്തിയുള്ള പരിസ്ഥിതിക്കുള്ള അവകാശം, സത്യന്ത് സിംഗ് കേസ് വിദേശയാത്രയ്ക്കുള്ള അവകാശം. ഭരണഘടനാ ദിനം നവംബർ 26, റിപ്പബ്ലിക് ദിനം ജനുവരി 26, പഞ്ചായത്ത് രാജ് ദിനം ഫെബ്രുവരി 19. പ്രധാന അനുച്ഛേദങ്ങൾ. അനുച്ഛേദം 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും.
മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 21 അതും കൂടി ഓർത്തു വെക്കണേ. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഏതാണ്? അനുച്ഛേദം 21. അനുച്ഛേദം 21A വിദ്യാഭ്യാസാവകാശം, 21A വിദ്യാഭ്യാസാവകാശം, അനുച്ഛേദം 80 രാജ്യസഭയുടെ രൂപീകരണം. ഹായ് ഫ്രണ്ട്സ്, ക്ലാസ്സുകൾ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചിട്ട്, ഈ സീരീസിനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായം പറയുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവസാനം വരെ കണ്ടവർ എത്ര പേരുണ്ട് ഒന്നൊന്ന് പറയും. ഓക്കെ, താങ്ക് യു.